കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2023 നടന്ന കമ്പനി ബോർഡ് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ആൻസർ വരിക 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1 സിന്ധു, 2 ഗംഗ, 3 ബ്രഹ്മപുത്ര, 4 നർമ്മദ. ആൻസർ വരിക 1, 2, 3, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നർമ്മദ ഉപദ്വീപീയ നദിയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ വരിക താർ മരുഭൂമി. ജയ്സാൽമീർ താർ മരുഭൂമിയിലാണ്. 4, ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ. ആൻസർ വരിക ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. 5, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ആൻസർ വരിക പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമത് ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല, അത് ആ സമയത്തെ കറണ്ട് അഫയർ ആയിരുന്നു. ആൻസർ വരിക വിജയനഗര. 7ാമത്തെ ചോദ്യം, അതും ആ സമയത്തെ കറണ്ട് അഫയർ ആണ്. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ്. ആൻസർ ടൗട്ടെ. 8, കേരള തീരപ്രദേശത്തു കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ്. 1 ഇൽമനൈറ്റ്, 2 അലൂമിനിയം, 3 ബോക്സൈറ്റ്, 4 മോണോസൈറ്റ്. ആൻസർ വരിക 1ഉം 4ഉം ആണ്, അതായത് ഇൽമനൈറ്റും മോണോസൈറ്റും ആണ് കേരള തീരപ്രദേശത്തു കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. 9, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ആൻസർ വരെ കണ്ണൂർ. 10, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. എ പള്ളിവാസൽ, ബി ചെങ്കുളം, സി ഇടമലയാർ, ഡി ഷോളയാർ. അപ്പൊ തന്നിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്തത് ഷോളയാർ ആണ്. ഷോളയാർ തൃശ്ശൂരാണ്. 11, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? 1 പമ്പ, 2 കക്കി, 3 അച്ചൻ കോവിലാർ, 4 ഇടമലയാർ. ആൻസർ വരെ 1ഉം 2ഉം ആണ്, അതായത് പമ്പ കക്കി നദികളിലെ ജലമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ഉപയോഗിക്കുന്നത്. 12, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. എ ഗ്രാമപഞ്ചായത്ത്, ബി താലൂക്ക്, സി ജില്ലാ പഞ്ചായത്ത്, ഡി ബ്ലോക്ക് പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത്. ആൻസർ വരെ താലൂക്ക്. 13, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? 1 പി ടി ഉഷ, 2 ടി സി യോഹന്നാൻ, 3 കെ എം ബീനമോൾ, 4 ജിമ്മി ജോർജ്. കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 2ഉം 3ഉം, അതായത് പി ടി ഉഷ, ടി സി യോഹന്നാൻ, കെ എം ബീനമോൾ. ജിമ്മി ജോർജ് വോളിബോൾ താരമായിരുന്നു. 4, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ വരെ പെരിയാർ. 15, കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല. ആൻസർ വരെ കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട്, സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 16, അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ആൻസർ വരെ നീണ്ടകര. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടകര. 17, കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി. ആൻസർ വരെ എറണാകുളം, വയനാട്. എറണാകുളത്താണ് വാഹന രജിസ്ട്രേഷൻ കൂടുതൽ, വയനാടാണ് വാഹന രജിസ്ട്രേഷൻ കുറവ്. ഇന്നത്തെ ചോദ്യം ആ വർഷത്തെ കറണ്ട് അഫയർ ആയിരുന്നു, അത് നമുക്ക് കുറച്ച് മാറ്റം വരുത്താം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് എൽദോസ് പോൾ ആണ്. ട്രിപ്പിൾ ജംപ് അത്ലറ്റ് ആണ് എൽദോസ് പോൾ. ലേറ്റസ്റ്റ് ആയിട്ട് 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് എൽദോസ് പോൾ. ട്രിപ്പിൾ ജംപ് അത്ലറ്റ് ആണ് എൽദോസ് പോൾ. 19, പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ആൻസർ വരെ ഇരവിപേരൂർ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇരവിപേരൂർ. 20, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ആൻസർ വരെ ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. 21, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? എ പ്രേമാശ്രമം, ബി എന്റെ ഗുരുനാഥൻ, സി ബാപ്പുജി, ഡി ഇന്ത്യയുടെ കരച്ചിൽ. ഇതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത്. ആൻസർ വരെ പ്രേമാശ്രമമാണ്. പ്രേമാശ്രമം ഹിന്ദിയിൽ എഴുതിയത് മുൻഷി പ്രേംചന്ദ് ആണ്. അതുകൂടാതെ പ്രേമാശ്രമം എന്ന് പറയുന്ന ഒരു നോവൽ പുതിയതായിട്ട് ശ്രീ പാർവതി എന്ന് പറയുന്ന എഴുത്തുകാരിയുടേതായും ഉണ്ട്. 22, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ വരെ അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. 23, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ആൻസർ വരെ പണ്ഡിത രമാബായ്. 24, ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. അന്നും ഇന്നും ഇന്ത്യയിലെ ഈ എക്സാം നടന്ന സമയത്തും ഇപ്പോഴും ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ്, ഡോക്ടർ എസ് ജയശങ്കർ. 25, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ്.
26 ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. ആൻസർ 1931, 1932, 1933. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ 1931, 32, 33. 27 റൗലത്ത് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ആൻസർ വരിക ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 28 വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? എ വില്ലുവണ്ടി സമരം നയിച്ചു, ബി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു, സി ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, ഡി മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അപ്പൊ ഇതിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം നയിച്ചു എന്നുള്ളതാണ്. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നയിച്ചത്. 29 ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകാവുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. ആൻസർ വരെ നിർദ്ദേശക തത്വങ്ങൾ. 30 AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ആൻസർ വരെ കണ്ണൂർ മുതൽ മദ്രാസ് വരെ. 31 താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? ആൻസർ വരെ അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. 32 താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? 1 വക്കം അബ്ദുൽ ഖാദർ, 2 ക്യാപ്റ്റൻ ലക്ഷ്മി, 3 P കൃഷ്ണപിള്ള, 4 ജയപ്രകാശ് നാരായണൻ. ആൻസർ വരിക 1ഉം 2ഉം, അതായത് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികളാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. 33 ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ വരിക ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നുള്ളത് തെറ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ ഇല്ല. 34 ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലീം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1 പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി, 2 വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം, 3 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, 4 വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. അപ്പൊ ഗാന്ധിജിയുടെ നയി താലീം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. 35 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. 2 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 3 സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 4 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 2, 3, 4. അതായത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 6 മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇനി ഒന്നാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയല്ല, എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 36 ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. 2 യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. 3 വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 4 തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 2, 3. അതായത് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇനി ഒന്നാമത്തെ പ്രസ്താവന സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരിലല്ല ചട്ടമ്പിസ്വാമികളുടെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. 37 ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ആൻസർ വരിക ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. 38 മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ആൻസർ വരിക ദ്വിതീയ മേഖല. 39 പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. 1 പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. 2 ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക 1ഉം 2ഉം മാത്രം ശരി. അതായത് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 40 ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആൻസർ വരിക 1985 RRB എന്നുള്ളത് തെറ്റാണ്. RRB സ്ഥാപിതമായത് 1975 ഒക്ടോബർ 2-നാണ്. RRB 1975 ഒക്ടോബർ 2. 41 സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്. ആൻസർ വരിക നവ ഉദാരവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് നവ ഉദാരവൽക്കരണം എന്നറിയപ്പെടുന്നത്. 42 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലഹരിയാണ്. 43 കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇത് എക്സാം നടന്ന സമയത്തെ കറണ്ട് അഫയർ ആണ്. ആൻസർ വരിക മെഡിസെപ്പ്.
44 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്. ആൻസർ വരിക തളിര്. 45 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര്? ആൻസർ കുൽദീപ് യാദവ്. 46 മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം? ആൻസർ 1952. 47 ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേര്? ആൻസർ വോസ്റ്റോക്ക് 1. 48 ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം? ആൻസർ ജൂലൈ 21. 49 അത് കറണ്ട് അഫെയർ ആണ്. 2019 ചോദിച്ചത്. നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കാം. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ശാരദയാണ്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ശാരദ. 50 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ആൻസർ വരിക ഹരിയാന. 51 ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കാം. 2026 ബുക്കർ പ്രൈസ് ലഭിച്ചത് തായ്വാൻ ട്രാവലോഗ് എന്ന കൃതിക്കാണ്. അതിന്റെ രചയിതാവ് യാങ് ഷുവാങ്സിയാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ലിൻ കിങ് ആണ്. ഇനി 52 2025 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം സൗത്ത് ആഫ്രിക്കയാണ്. 53 ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം? ആൻസർ വരെ ചെറുകുടൽ. 54 ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ നിശാന്തത. 55 സങ്കര ഇനം തക്കാളി ഏത്? ആൻസർ വരിക മുക്തി. അനാമിക എന്ന് പറയുന്നത് സങ്കര ഇനം വെണ്ടയാണ്. പവിത്ര നെല്ലാണ്. ഹരിത വഴുതനയാണ്. 56 കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ആൻസർ തെന്മല. 57 പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. 58 ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ? ആൻസർ വരിക കോവാക്സിൻ. 59 നിപ്പ രോഗത്തിന് കാരണമായ ജീവി? ആൻസർ വൈറസ്. 60 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി? ആൻസർ വികിരണം. 61 രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നത്? ആൻസർ വരിക 30 ഡിഗ്രി. അപ്പൊ ഇവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ n = 360/θ - 1. തീറ്റ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കോണളവാണ്. അപ്പം ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക 30 ഡിഗ്രി കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ്. 62 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം? ആൻസർ ഹൈഡ്രജൻ. 63 ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ആൻസർ ആർക്കിമിഡീസ്. 64 ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ആൻസർ വരിക കുറയുന്നു. 65 ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ്? ആൻസർ ജെഫ് ബെസോസ്. 66 അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര്? ആൻസർ മൈക്കൽ കോളിൻസ്. 67 ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കൊറോണ വൈറസ്. 68 നിലവിലെ കേരള ആരോഗ്യമന്ത്രി? ആൻസർ കെ മുരളീധരൻ. 69 പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ആൻസർ വരിക വൈറസ്. 70 ലോക ജനസംഖ്യാ ദിനം? ആൻസർ വരിക ജൂലൈ 11. 71 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരിക ജനീവ. 72 ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ആൻസർ ക്യാൻസർ. 73 DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ എ ക്ഷയം, ബി വില്ലൻ ചുമ, സി മഞ്ഞപ്പിത്തം, ഡി നിശാന്തത. അപ്പോൾ DPT വാക്സിൻ ആൻസർ വരിക വില്ലൻ ചുമ. 3 അസുഖങ്ങൾക്കുള്ള വാക്സിനാണ് DPT വാക്സിൻ: ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമ. 74 സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ആൻസർ വരിക ഈഡിസ്. ഈഡിസ് കൊതുക് തന്നെയാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നീ രോഗങ്ങൾക്കും കാരണമാകുന്നത്. ക്യൂലെക്സ് കൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. അനോഫിലസ് കൊതുകാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത്. 75 സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം? ആൻസർ വരിക 1975. 76 ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ആൻസർ വരിക 1000. 77 ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ആൻസർ വരിക വയറിളക്ക രോഗങ്ങൾ. 78 സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വരിക പൂനെ. 79 മെലിഞ്ഞ രോഗം അതായത് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം? ആൻസർ എയ്ഡ്സ്. 80 ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? ആൻസർ വരിക 2005. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2005. SCRT സീരീസിൽ സമുദ്രങ്ങളിലൂടെ എന്ന പാഠഭാഗത്തിന്റെ തുടർച്ച. സമുദ്രങ്ങൾ. ലോക സമുദ്ര ദിനം എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം.
മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ലോക സമുദ്ര ദിനമായ ജൂൺ 8. 2026 ലോക സമുദ്ര ദിന പ്രമേയം പുനർവിചിന്തനം. നമുക്കറിയാവുന്ന ലോകത്തിനപ്പുറം നമ്മുടെ സമുദ്രവുമായി ഒരു പുതിയ ബന്ധം. എന്താണ് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമുദ്രശാസ്ത്രം അഥവാ ഓഷ്യാനോഗ്രഫി. സമുദ്രജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകത തിരിച്ചറിയുന്നതിന് സമുദ്രപഠനം സഹായിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവവൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്രപഠനം ഉപകരിക്കുന്നു. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സമുദ്രശാസ്ത്രം അഥവാ ഓഷ്യാനോഗ്രഫി. സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് കടലും ഉൾക്കടലും. കടൽ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. എക്സാമ്പിളാണ് അറബിക്കടൽ. ഉൾക്കടൽ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. എക്സാമ്പിൾ ബംഗാൾ ഉൾക്കടൽ. കടലിടുക്ക് രണ്ട് കടലുകളെയോ അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. എക്സാമ്പിൾ പാക് കടലിടുക്ക്. അപ്പോൾ കടൽ എന്ന് പറഞ്ഞാൽ ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം. എക്സാമ്പിൾ അറബിക്കടൽ. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗം. എക്സാമ്പിൾ ബംഗാൾ ഉൾക്കടൽ. കടലിടുക്ക് എന്ന് പറഞ്ഞാൽ രണ്ടു കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗം. എക്സാമ്പിൾ പാക് കടലിടുക്ക്. അതായത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, പാക് കടലിടുക്ക് എന്നിവയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി INS തരിണിയിൽ പോയിന്റ് നിമോ മറികടന്ന ഇന്ത്യൻ വനിതകൾ. നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായി സമുദ്രമാർഗം ലോകപര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ മറികടന്നു. അപ്പം നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ട് പോയിന്റ് നിമോ മറികടന്ന ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരാണ് ദിൽന കെയും രൂപ എയും. കരയിൽ നിന്നും എന്താണ് പോയിന്റ് നിമോ? കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ് പോയിന്റ് നിമോ എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പൊ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണ് പോയിന്റ് നിമോ. ഈ പോയിന്റ് നിമോയിൽ നിന്നും തൊട്ടടുത്തുള്ള കരയിലേക്ക് എത്തണമെങ്കിൽ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. പോയിന്റ് നിമോ മറികടന്ന ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരാണ് ദിൽന കെയും രൂപ എയും. അവര് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോയതെന്ന് ചോദിച്ചാൽ നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ടാണ് സമുദ്രമാർഗം ലോകപര്യടനം നടത്തിയത്. ഇനി പസഫിക് സമുദ്രം ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ്. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. പസഫിക് ലോകസഞ്ചാരിയായ ഫെർഡിനാൻഡ് മെഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിന് ശാന്തം എന്നാണ് അർത്ഥം. അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ പേര് നൽകിയത്. ഇനി പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക ഈ ഭൂഖണ്ഡങ്ങളൊക്കെ പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് ഇതൊക്കെയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ് സമൂഹങ്ങൾ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നിരവധി ഗർത്തങ്ങളും സജീവമായ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിലുണ്ട്. ഇപ്പൊ പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ് ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ് തുടങ്ങിയവ. ഏറ്റവും ആഴമേറിയ ഭാഗം മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തം. അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങളാണ് ഓസ്ട്രേലിയ, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇനി അറ്റ്ലാന്റിക് സമുദ്രം വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിനോട് സാമ്യമുള്ളതാണ് ഇതിന്റെ ആകൃതി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്. അന്തർവാഹിനി തകർന്നടിഞ്ഞു. മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിന് പിന്നാലെ സമുദ്രപേടകമായ ടൈറ്റൻ തകർന്നടിഞ്ഞു. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പം ടൈറ്റൻ അന്തർവാഹിനിയും അതേപോലെ ടൈറ്റാനിക് കപ്പലും ഒക്കെ അപകടത്തിൽപ്പെട്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്.
സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്യൂർട്ടോറിക്കോ ട്രഞ്ചിലെ മിൽവാക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചില പ്രധാനപ്പെട്ട ദ്വീപ് സമൂഹങ്ങളാണ്. ഇപ്പൊ അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്. പ്രധാന ദ്വീപുകളാണ് ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ്. ഏറ്റവും ആഴമേറിയ ഗർത്തം പ്യൂർട്ടോറിക്കോ ട്രഞ്ചിലെ മിൽവാക്കി ഡീപ്പാണ്. മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. വലുപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇതിനുള്ളത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഈ സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ്. ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രഞ്ച്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇപ്പം ഇന്ത്യൻ സമുദ്രത്തിൽ അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങളാണ് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന കടലുകളാണ് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ. ഏറ്റവും ആഴമേറിയ ഭാഗം ജാവ ട്രഞ്ച് ആണ്. ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപ്, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക. പിന്നെ മലാക്ക കടലിടുക്ക് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി ദക്ഷിണ സമുദ്രം. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന് വലുപ്പത്തിൽ 4-ാം സ്ഥാനമാണുള്ളത്. ഡോൾമാൻ, ഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. സൗത്ത് സാൻഡ്വിച്ചിലെ ട്രഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇപ്പൊ ദക്ഷിണ സമുദ്രം അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വലുപ്പത്തിൽ 4-ാം സ്ഥാനമാണുള്ളത്. പ്രധാന ദ്വീപുകളാണ് ഡോൾമാൻ, ഹേഡ് തുടങ്ങിയവ. ഏറ്റവും ആഴമേറിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തം. ഇനി ആർട്ടിക് സമുദ്രം. ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക് സമുദ്രത്തിലാണ് ഉത്തരധ്രുവം ഉള്ളത്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രം. വർഷത്തിൽ ഭൂരിഭാഗവും ഇവിടെ മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ്. മൊല്ലോയി ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. അപ്പൊ ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രം, ഏറ്റവും ആഴം കുറഞ്ഞ സമുദ്രം. ഉത്തരധ്രുവം ആർട്ടിക് സമുദ്രത്തിലാണ്. വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞുറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ആഴം കൂടിയ ഭാഗം മൊല്ലോയി ഗർത്തമാണ്. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. അപ്പൊ വലുപ്പക്രമത്തിലെ സമുദ്രങ്ങൾ, അതിൽ ആഴമേറിയ ഭാഗവും പ്രധാന ദ്വീപുകളും. ദക്ഷിണ സമുദ്രം വലിപ്പത്തിൽ 4-ാം സ്ഥാനമാണുള്ളത്. ആർട്ടിക് സമുദ്രം ആണെങ്കിൽ 5-ാം സ്ഥാനം. പസഫിക് സമുദ്രം വലിപ്പക്രമത്തിൽ 1-ാം സ്ഥാനം. അറ്റ്ലാന്റിക് സമുദ്രം 2, ഇന്ത്യൻ സമുദ്രം 3. ഇനി ആഴമേറിയ ഭാഗം ദക്ഷിണ സമുദ്രത്തിലാണെങ്കിൽ സൗത്ത് സാൻഡ്വിച്ച് ട്രഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തം. ആർട്ടിക് സമുദ്രത്തില് മൊല്ലോയി ഗർത്തം. പസഫിക് സമുദ്രത്തില് ചലഞ്ചർ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രത്തില് പ്യൂർട്ടോറിക്കോ ട്രഞ്ചിലെ മിൽവാക്കി ഡീപ്പ്. ഇന്ത്യൻ സമുദ്രത്തിലാണെങ്കിൽ ജാവ ട്രഞ്ച്. ഇനി പ്രധാന ദ്വീപ് ദക്ഷിണ സമുദ്രത്തിലാണെങ്കിൽ ഉള്ള ദ്വീപുകളാണ് ഡോൾമാൻ, ഹെയ്ഡ്. ആർട്ടിക് സമുദ്രത്തിലെ ദ്വീപുകളില്ല. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളാണ് ജപ്പാൻ, അതേപോലെ തന്നെ ഫിലിപ്പീൻസ്, ഹവായി, ന്യൂസിലാൻഡ് തുടങ്ങിയവ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപുകളാണ് ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ. ഇന്ത്യൻ സമുദ്രത്തിലെ ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബർ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവ.